എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കൂട്ടുകാർ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപ്പൂവ്. പ്രിയപ്പെട്ടവരെ തിരിച്ചുവരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ ഏതാണ്? ഉത്തരം അസുരവിത്ത്, MT വാസുദേവൻ നായർ. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തയായ പെൺകുട്ടി ആരാണ്? ഉത്തരം ആൻ ഫ്രാങ്ക്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൂപ്പുകൈ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കത്ത് പാച്ചുമുത്ത്. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം മഗ്ദലന മറിയം. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം നളചരിതം ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം MN പാലൂർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസന വികൃതി. എൻ്റെ നാടുകടത്തൽ ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം യാ ഇലാഹി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷി. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം
കണ്ണുനീർത്തുള്ളി. ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. ഇവനെ കൂടി എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു? ഉത്തരം വിലാസിനി. കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം ശബ്ദിക്കുന്ന കലപ്പ. കേരളാരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ഉത്തരം ഇന്ദുചൂടൻ. ബുദ്ധൻ കഥാപാത്രമാകുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ്? ഉത്തരം ചണ്ഡാല ഭിക്ഷുകി. ഒരു തൊഴിലാളി കഥാപാത്രമാവുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം ഓടയിൽ നിന്ന്. ദേവകി മാനമ്പിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? ഉത്തരം അഗ്നിസാക്ഷി. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉത്തരം ഉണ്ണായി വാര്യർ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത ഏതാണ്? ഉത്തരം മാടവനപ്പറമ്പിലെ ചിത. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദൈവദശകം. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. ദാസൻ കഥാപാത്രമാകുന്ന M മുകുന്ദൻ്റെ നോവൽ ഏതാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. പപ്പു കഥാപാത്രമാകുന്ന ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു? ഉത്തരം P കേശവദേവ്. വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ 1909 മാർച്ച് 1. PN പണിക്കരുടെ ചരമദിനം എന്നാണ്? ഉത്തരം 1995 ജൂൺ 19. ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നു. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം MK മേനോൻ.
ചിരുതയും ചാത്തനും തകഴി രചിച്ച ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം രണ്ടിടങ്ങഴി. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ്. ഇത് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ഉത്തരം MP പോൾ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം ആരുടെ വരികൾ? ഉത്തരം പന്തളം കേരളവർമ്മ. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം ഡ്യൂമർഗ്. മായൻ എന്ന കഥാപാത്രം ഉറൂബിൻ്റെ ഏത് നോവലിലുള്ളതാണ്? ഉത്തരം ഉമ്മാച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കളിത്തോഴി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. കുന്തലത എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം അപ്പു നെടുങ്ങാടി. CV രാമൻപിള്ളയുടെ സാമൂഹിക നോവൽ ഏതാണ്? ഉത്തരം പ്രേമാമൃതം. ചിരസ്മരണ എന്ന നോവലിൻ്റെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം നിരഞ്ജന. ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്? ഉത്തരം കയ്യൂർ സമരം. തകഴി ശിവശങ്കരപിള്ളയുടെ കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? ഉത്തരം രണ്ടിടങ്ങഴി. മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കാവ്യം എന്നറിയപ്പെടുന്നത് ഏത് കാവ്യമാണ്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. രചിച്ചത് കുമാരനാശാൻ. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1891. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം എൻ്റെ നാട് കടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാബൂളിവാല എന്ന പ്രശസ്തമായ കഥ ആരെഴുതിയതാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഏതാണ്? ഉത്തരം പാഠബാക്കി. K. ദാമോദരൻ. നീൽദർപ്പൺ രചിച്ചത് ആരാണ്? നീലം കർഷകരെക്കുറിച്ചുള്ള നാടകമാണ് നീൽദർപ്പൺ. ഇത് രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ആത്മകഥയ്ക്ക് ഒരാമുഖം. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം NV കൃഷ്ണ വാര്യർ. സുമംഗല എന്ന തൂലികാനാമം ആരുടേതാണ്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. ഏതു രാജാവിനെ ഉറക്കാനാണ് ഇരയമ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവൂ എന്ന പാട്ട് രചിച്ചത്? ഉത്തരം സ്വാതി തിരുനാൾ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ പ്രഥമ വനിത ആരാണ്?
പ്രഥമ എന്ന് വെച്ചാൽ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം സെൽമ ലാഗർലോഫ്. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ വ്യക്തി ആരാണ്? അഥവാ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. മൗഗ്ലിയെ കേന്ദ്ര കഥാപാത്രമാക്കി റുഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച പ്രസിദ്ധ കൃതി ഏതാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. ഡ്രാക്കുള എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടി ആരായിരുന്നു? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ഏത് വിഖ്യാത സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയ പോളിയാന? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം, തിരക്കഥയ്ക്കുള്ള ഓസ്കാർ എന്നിവ നേടിയിട്ടുള്ള ഏക എഴുത്തുകാരൻ ആര്? ഉത്തരം ജോർജ് ബെർണാഡ് ഷാ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആരായിരുന്നു? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്, 1907. വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ രചന ഏത്? ഉത്തരം പാവങ്ങൾ. ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ദാന്തെ. നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലിയോ ടോൾസ്റ്റോയ് രചിച്ച വിശ്വപ്രസിദ്ധമായ നോവൽ ഏതാണ്? ഉത്തരം യുദ്ധവും സമാധാനവും. ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 23 ഏത് വിശ്വസാഹിത്യകാരൻ്റെ ചരമദിനമാണ്? ഉത്തരം ഷേക്സ്പിയറുടെ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കഴ്സൺ രചിച്ച പ്രശസ്തമായ കൃതി ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ? ഉത്തരം ഡോക്ടർ സാലിം അലിയുടെ. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? ഉത്തരം ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. ലോക പുസ്തക ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 23. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അത് രചിച്ചത് ആരാണ്? ഉത്തരം അവകാശികൾ, എം കെ മേനോൻ. എം കെ മേനോൻ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. വയലാർ ഗർജിക്കുന്നു എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പി ഭാസ്കരൻ. മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, ഇത് ആരുടെ വരികളാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. പഞ്ചതന്ത്രം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം വിഷ്ണു ശർമ്മ. കേസരി എന്ന പത്രത്തിലൂടെ ശ്രദ്ധേയനായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കേസരി എ ബാലകൃഷ്ണപിള്ള.
ഇന്ത്യയിലെ ആദ്യത്തെ ബാലമാസിക ഏതാണ്? ഉത്തരം ദിഗ്ദർശന. 1818 ജോൺ ക്ലാർക്ക് മാഷ്മാൻ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരണം തുടങ്ങി. മലയാള ഭാഷയിൽ ചെറുകഥാ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മാതൃത്വത്തിൻ്റെ കവിയത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ബാലാമണി അമ്മ. വിഷാദത്തിൻ്റെ കവയത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം സുഗതകുമാരി. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഏതു ഭാഷയിലാണ് വാത്മീകി രാമായണം രചിച്ചത്? ഉത്തരം സംസ്കൃതം. കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം M.N. പാലൂർ. എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആരായിരുന്നു? ഉത്തരം S.K. പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ്? ഉത്തരം രാമചരിതം. രചിച്ചത് ചി രാമൻ. രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. 3 ആത്മകഥകൾ എഴുതിയ ഒരേയൊരു കവി ആരായിരുന്നു? ഉത്തരം P. കുഞ്ഞിരാമൻ നായർ. എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം P. കേശവദേവ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. മാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വി മാധവൻ നായർ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇതിൻ്റെ ഉത്തരം ഏറ്റവും പെട്ടെന്ന് കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും വേഗത്തിൽ 5 കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ ശരിയായിട്ട് ഉത്തരം അറിയിച്ചത് ദേവമിത്ര, അതുപോലെ തന്നെ ആദർശ്, സുദേവ്, സുനിൽ, നക്ഷത്ര, പിന്നെ ഹരികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ കൂട്ടുകാരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.